എ.ഡി.എം. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ്. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശമില്ല. എഫ്ഐആറിലും മറ്റ് സംശയങ്ങൾ പറയുന്നില്ല. ശശിനാരായൺ ചേർന്ന വിവരങ്ങളുമായി. ശശിനാരായൺ, ഈ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഈ എഫ്ഐആറിലും അതേപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ പരാമർശങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും? എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. അത് തന്നെയാണ് കാരണം. ബന്ധുക്കളും അത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നു. കാരണം കണ്ണൂർ പോലീസ് നവീൻ ബാബു മരിച്ച ഒക്ടോബർ 15-ന് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പറയുന്ന പരാമർശമുള്ളത്. കാരണം അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നതായി സൂചിപ്പിക്കുന്നു. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പരാമർശിക്കുന്നില്ല. സാധാരണ തൂങ്ങി മരണത്തിൽ കാണാനുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആന്തരിക അവയവങ്ങളിലോ അതോ ബാഹ്യമായ പരിക്കുകളോ ഒന്നും തന്നെ ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. കുടുംബത്തിന്റെ ബന്ധു കൂടിയായ അനിൽ പി നായരാണ് ഇത്തരമൊരു കാര്യം കൂടി ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു വിശ്വാസ്യത ഇല്ല എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നു. ഇതെല്ലാം സാധാരണഗതിയിൽ പോലീസ് പറയുന്നത് നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്നുള്ള നിഗമനത്തിലെത്താനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം കൂടി വരുന്നത്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ടായ ഈ പരാമർശം രക്തക്കറ നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തുമ്പോൾ ഇത് ഡോക്ടർമാർ പരിശോധിക്കുന്നതാണ്. സർജൻ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് അത്തരം കാര്യങ്ങളുടെ ഒരു വിശദീകരണം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകണം എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നു. ആ കാര്യങ്ങളൊന്നും തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ള ഒരു ദുരൂഹത കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും കൃത്യമായി പോലീസ് ഇപ്പോഴും പറയുന്നത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണെന്നാണ്. പക്ഷെ അവിടെയാണ് സംശയം. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായും എഫ്ഐആറിലെങ്കിലും ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കും അവിടെ അത് ഒഴിവായത്? ഭവ്യ, അത് തന്നെയാണ് ഒരു വലിയ ആരോപണമായി നിലനിൽക്കുന്നത്. കാരണം അത്തരം കാര്യങ്ങൾ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും അതുപോലെ എഫ്ഐആറിലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാതെ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇതിൽ ദുരൂഹത ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം വേണമെന്നുള്ള ഒരു നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. കണ്ണൂർ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ആദ്യഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നില്ല. സാധാരണയായി തൂങ്ങി മരിക്കുമ്പോഴുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അതായത് ആന്തരിക ഉള്ള അവയവങ്ങൾക്കുള്ള കേടുപാടുകളോ ബാഹ്യമായ ഒരു പരിക്കുകളോ ഇല്ലെന്നുള്ള നിലപാടിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. അത് പാടെ തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലേക്ക് എത്തുന്നു, കൊലപാതകം എന്ന രീതിയിൽ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ആവശ്യമാണ് എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതെന്തായാലും 12-ാം തീയതിക്ക് ശേഷമുള്ള കാര്യത്തിലായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക. ഭവ്യ. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.